എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സലാം. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് ഒരു ചെറിയ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ തകർന്നു പോകില്ലേ? ഒരു പ്രശ്നം വന്നാലും അതൊരു വലിയ പ്രശ്നമായി നമുക്ക് തോന്നും. അത് നമ്മുടെ മനസ്സിനെ താങ്ങാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് ദുആ ചെയ്യുന്നുണ്ട്. ദുആ ചെയ്തിട്ടും ഫലം വൈകിയാൽ നമ്മൾ നിരാശപ്പെടുന്നു. നമ്മൾ എത്ര ദുആ ചെയ്തിട്ടും നമ്മൾ നിരാശരാണ്. നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ഈ ഖുർആനിലെ ഈ സൂറത്ത് ഓതിയിട്ട് നിങ്ങൾ ദുആ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. നിങ്ങളുടെ ദുആക്ക് നഷ്ടപ്പെടുന്നതുമില്ല. നമ്മുടെ കണ്ണീരിന് വിലയുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു കേൾക്കുന്നുമുണ്ട്. ഒരിക്കൽ പോലും നമുക്ക് ലേറ്റായി എന്ന് തോന്നുന്ന മറുപടിയിൽ അള്ളാഹു ബെസ്റ്റ് ടൈമാണ് നമുക്ക് നൽകുന്നത്. നമ്മളെ എല്ലാ ദുആയും ദിക്റും അള്ളാഹു തആല കേൾക്കുന്നുമുണ്ട്, അത് സ്വീകരിക്കുന്നതുമുണ്ട്. നമുക്ക് തോന്നിയിട്ടുണ്ടോ നമ്മുടെ ദുആകൾ അള്ളാഹു കേൾക്കുന്നില്ലെന്ന്, നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നിറവേറില്ലെന്ന്? ഖുർആനിലെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്ത് നംൽ. ഈ അത്ഭുതങ്ങൾ നിറഞ്ഞ സൂറത്ത് ഓതി നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. ആഗ്രഹങ്ങൾക്കായി ഖുർആനുമായി അടുക്കാം ഇൻഷാ അല്ലാഹ്. സൂറത്ത് നംൽ എന്നാൽ പുഴു അർത്ഥം വരുന്നത്. ഖുർആനിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു സൂറത്താണ്. ഒരു ചെറിയ പുഴുവിൻ്റെ ശബ്ദം പോലും അള്ളാഹു രേഖപ്പെടുത്തുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം പക്ഷികളുമായി സംസാരിച്ച സംഭവം ഇത് നമ്മോട് പറയുന്നതാണ് സൂറത്തുൽ നംലിലെ ആശയം. അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് ഒന്നും മറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തോടെ ജീവിക്കണം. ഖുർആനിലെ 27-ാമത്തെ സൂറത്താണ് മക്കയിൽ അവതരിപ്പിച്ച സൂറത്ത്. 93 ആയത്തുകളുണ്ട് ഈ സൂറത്തിന്. നംൽ എന്നാൽ പുഴു എന്നാണ് അർത്ഥം വരുന്നത്. ഇതിൻ്റെ സാരാംശം തന്നെ ഒരു ചെറിയ പുഴു തൻ്റെ കൂട്ടത്തെ രക്ഷിക്കാൻ പറഞ്ഞത്. സുലൈമാൻ നബി അലൈഹിസ്സലാം സൈന്യം വരുന്നു, നിങ്ങളെ ചവിട്ടിപ്പോകാതിരിക്കാനായി ഉള്ളിലേക്ക് പോകൂ. ഇതിൻ്റെ സാരാംശം തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽ ചെറുതുമില്ല വലുതും എന്നുമില്ല. അവൻ എല്ലാം അറിയുന്നു, എല്ലാം കേൾക്കുന്നു. ഈ സൂറത്ത് നമ്മോട് പറയുന്നത് എന്താണെന്നറിയാം? അള്ളാഹുവിന് എല്ലാം അറിയാം. ഒരു ചെറിയ ദുആ പോയും അവൻ കേൾക്കും. അഹങ്കാരം നശിപ്പിക്കും. നന്ദിയുള്ളവർക്ക് കൂടുതൽ അനുഗ്രഹം കൊടുക്കും. ഈ സൂറത്ത് നമ്മോട് പറയുന്നത് എന്താണെന്നറിയാം? നീ വലിയവനെന്നോ ചെറിയവനോ ആയാലും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് എല്ലാവർക്കും ഒരേ വിലയാണ്. അതാ പറയുന്നത്, നമ്മുടെ ദുആകൾ ഒരിക്കലും അല്ലാഹു തആല സ്വീകരിക്കാതിരിക്കില്ല. എല്ലാവർക്കും തുല്യമായ അവകാശമാണ് തരുന്നത്. ഒരു പുഴുവിൻ്റെ ശബ്ദം പോലും ഖുർആനിൽ വന്നാൽ നമ്മുടെ ദുആകൾ അല്ലാഹു കേൾക്കില്ലെന്ന് എന്താണ് ഉദ്ദേശം? നമ്മൾ ഒറ്റയ്ക്കല്ല, അല്ലാഹു നമ്മോട് എപ്പോഴുമുണ്ട്. സൂറത്ത് നംൽ ഓതി ദുആ ചെയ്ത് നോക്കൂ ഇൻഷാ അല്ലാഹ്. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലോ ഇശാക്ക് ശേഷമോ സുബഹിക്ക് മുമ്പോ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം സൂറത്ത് നംൽ ഓതി ദുആ ചെയ്ത് നോക്കൂ. തീർച്ചയായും അല്ലാഹു തആല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാം സഫലമാക്കി തരും. ദുആ ചെയ്യുന്നവൻ നമ്മളാണെങ്കിൽ ഉത്തരം നൽകുന്നത് നമ്മുടെ റബ്ബാണ്. അവൻ സ്വീകരിക്കാതിരിക്കുകയില്ല. എല്ലാവരും ദുആ ചെയ്ത് നോക്കൂ. നമ്മൾ വിശ്വാസത്തോടെ തഖ്വയോടെ ചെയ്താൽ ഏത് ആഗ്രഹവും നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. നമ്മൾ വിശ്വാസത്തോടെ ആയിരിക്കണം, ഈമാനോട് കൂടി ആയിരിക്കണം. എല്ലാം ഒത്തുകൂടി ചെയ്തു നോക്കൂ. അല്ലാഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കാതിരിക്കുകയില്ല, എപ്പോഴും സ്വീകരിക്കും. യാ അല്ലാഹ്, നമ്മുടെ ഹൃദയങ്ങളിലുള്ള എല്ലാ ആഗ്രഹങ്ങളും നിനക്കറിയാം. എന്താഗ്രഹമാണെങ്കിലും നിനക്കറിയാം റബ്ബേ. ഓരോരുത്തർക്കും ഓരോ ദുഃഖങ്ങളും പ്രയാസങ്ങളും ആഗ്രഹങ്ങളുമാണ്. നടക്കില്ലെന്ന് കരുതുന്ന പല ആഗ്രഹങ്ങളുമുണ്ട് റബ്ബേ. ആ ആഗ്രഹങ്ങളൊക്കെ നീ സഫലമാക്കി കൊടുക്കണമേ. നമ്മൾക്ക് നല്ലത് മാത്രം നൽകണമേ. നമ്മുടെ എല്ലാം ദുആകളെ നീ സ്വീകരിക്കുമാറാകണേ റബ്ബേ. ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങളും സഫലമാക്കി കൊടുക്കണേ റബ്ബേ. അവരെന്തെല്ലാം ആഗ്രഹം വെച്ചാണോ ദുആ